Next, semiconductors. Semiconductors conduct current partially. ഭാഗികമായി കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് സെമി കണ്ടക്ടർ. നമ്മൾ ഇൻസുലേറ്ററും കണ്ടക്ടറും പഠിച്ചു. ഇൻസുലേറ്റർ കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തില്ല, കറണ്ടിനെ കടത്തിവിടത്തില്ല. ബട്ട് കണ്ടക്ടർ കണ്ടക്ട്സ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. കണ്ടക്ടർ ഇലക്ട്രിക് കറണ്ടിനെ കടത്തിവിടും. ഇൻസുലേറ്റർ കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തില്ല, ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തില്ല. നമുക്കറിയാം ഇൻസുലേറ്റർ എന്തുകൊണ്ടാണ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്തത്? വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പ് വളരെ വലുതാണ്, വളരെ ലാർജ് ആണ്. അപ്പോൾ അത്രയും എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചെല്ലൂ. അത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട് കണ്ടക്ട് ചെയ്യാത്തത് ഇൻസുലേറ്റർ. പക്ഷേ കണ്ടക്ടറിൽ ഗ്യാപ്പ് ഇല്ല. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ല. ഇഷ്ടംപോലെ ഇലക്ട്രോണിനെ കണ്ടക്ഷൻ ബാൻഡിലും കാണും. അപ്പോൾ ചെറിയൊരു എനർജി കൊടുത്താൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും, ഈസി ആയിട്ട് കറണ്ട് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ദി സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ലൈസ് ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ. ഇൻസുലേറ്റർ ഒരു രീതിയിലും കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തില്ല, കണ്ടക്ടർ ഫുള്ളി കണ്ടക്ട് ചെയ്യും. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പാർഷ്യലി കണ്ടക്ട് ചെയ്യും. ഇലക്ട്രിക് കറണ്ടിനെ പാർഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യും, ഭാഗികമായിട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി സെമി കണ്ടക്ടർ ലൈസ് ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ. ഈ സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഇൻസുലേറ്ററിനും കണ്ടക്ടറിനും ഇടയ്ക്കാണ്. കാര്യമുണ്ട്, കണ്ടക്ടർ കറണ്ടിനെ ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യും, ഇൻസുലേറ്റർ കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി രണ്ടിനും ഇടയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യും, ഭാഗികമായിട്ട് കണ്ടക്ട് ചെയ്യും. ഈ സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജെർമേനിയം സിലിക്കണുമാണ്. എക്സാമ്പിൾ ഫോർ സെമി കണ്ടക്ടർ ഈസ് ജെർമേനിയം ആൻഡ് സിലിക്കൺ. ഓൾ സെമി കണ്ടക്ടർ കണ്ടക്ട്സ് കറന്റ് പാർഷ്യലി. പാർഷ്യൽ കണ്ടക്ഷൻ ആണ് സെമി കണ്ടക്ടർ നടത്തുന്നത്. ഇനി നമുക്കറിയാം കണ്ടക്ടറിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ല. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ഇൻസുലേറ്ററിൽ there is a large band gap between conduction and valence band. ഇൻസുലേറ്ററിൽ കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിൽ വളരെ വലിയ ഒരു ലാർജ് എനർജി ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് രണ്ടിനും ഇടയിലാണെന്ന് പറഞ്ഞാൽ കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം there is a narrow band gap. There is a narrow band gap between conduction band and valence band. ഈ കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിൽ റൂം ടെമ്പറേച്ചറിൽ ഒരു നാരോ ബാൻഡ് ഗ്യാപ്പ് കാണും. ഇപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കറണ്ടിനെ പാർഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യും. അവിടെ ഈ കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിൽ there is a narrow band gap at room temperature. സെമി കണ്ടക്ടറിൽ സാധാരണഗതിയിൽ റൂം ടെമ്പറേച്ചറിൽ കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിൽ ഒരു ചെറിയൊരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. കണ്ടക്ഷൻ ബാൻഡിൽ ബാൻഡ് ഗ്യാപ്പേ ഇല്ല. ഇൻസുലേറ്ററിലാണെങ്കിൽ ലാർജ് ബാൻഡ് ഗ്യാപ്പ് ആണ്. ഇനി അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ, അതായത് 0 ഡിഗ്രി കെൽവിനിൽ നോ ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ, ഓക്കെ, അതായത് 0 കെൽവിനിൽ, ഓക്കെ, there is no electrons in conduction band. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ, അതായത് 0 കെൽവിനിൽ ഈ കണ്ടക്ഷൻ ബാൻഡിൽ there is no electrons. അപ്പോൾ അതായത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതായത് 0 കെൽവിനിൽ നമുക്ക് കാണാം ഈ കണ്ടക്ഷൻ ബാൻഡിൽ യാതൊരു ഇലക്ട്രോൺസും ഇല്ല. അപ്പോൾ ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ഈ കണ്ടക്ഷൻ ബാൻഡിൽ യാതൊരു ഇലക്ട്രോൺസും ഇല്ല. അപ്പോൾ നമുക്ക് പറയാം അവിടെ കണ്ടക്ഷൻ നടക്കത്തില്ല, ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കത്തില്ല. കാരണം കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ, അതായത് 0 കെൽവിനിൽ ഈ കണ്ടക്ഷൻ ബാൻഡിൽ യാതൊരുവിധ ഇലക്ട്രോൺസും ഇല്ല, ഒരു ഇലക്ട്രോൺസും ഇല്ല. അപ്പോൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ
കണ്ടക്ഷൻ നടക്കത്തില്ല. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ നമുക്ക് പറയാം ദി സെമി കണ്ടക്ടർ ബിഹേവ്സ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ. അതായത് 0 കെൽവിനിൽ കണ്ടക്ഷൻ ബാൻഡിൽ യാതൊരു ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിസ്സംശയം പറയാം this semiconductor behaves like an insulator. 0 കെൽവിനിൽ അതായത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ യാതൊരുവിധ ഇലക്ട്രോൺസും ഈ കണ്ടക്ഷൻ ബാൻഡിൽ ഇല്ല. അതുകൊണ്ട് അത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ അത് ഒരു ഇൻസുലേറ്ററിനെ പോലെ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഫ്രോം വാലൻസ് ബാൻഡ് ഈസ് ലിബറേറ്റഡ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഫ്രീ ആവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ഫ്രീ ആവുകയും ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഈ സെമി കണ്ടക്ടറിൽ ഇൻസുലേറ്ററിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഈസി ആയിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. കാരണം ഈ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പ് വളരെ ചെറുതാണ്, ഒരു നാരോ ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് എന്തോ ഫ്രീ ആവുകയും ചെയ്യും. As the temperature increases, electrons are liberated from valence band. Valence ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഫ്രീ ആവുകയും ലിബറേറ്റ് ചെയ്യുകയും സ്വതന്ത്രമാവുകയും they will move towards conduction band. ഈ സ്വതന്ത്രമാവുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. It is easy for them to pass to this conduction band because the gap is narrow here. അതായത് വാലൻസ് ബാൻഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ അനായാസേന മൂവ് ചെയ്യാൻ പറ്റും. കാരണം ഈ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള ഗ്യാപ്പ്, ആ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇവിടെ നാരോ ആണ്, ചെറുതാണ്. അതുകൊണ്ട് ഇവിടെ ഫ്രീ ആവുന്ന ഇലക്ട്രോൺസിന് അനായാസന്റെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടക്ഷൻ നടക്കുകയും ചെയ്യും. പക്ഷെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ കണ്ടക്ഷൻ നടക്കത്തില്ല. കാരണം കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഇല്ല. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഫ്രീ ആവുകയും കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുകയും കണ്ടക്ഷൻ പോസിബിൾ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ഇൻസുലേറ്റർ കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തില്ല. കാരണം forbidden energy gap between conduction band and valence band is large. അപ്പോൾ അത്ര എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് കറണ്ട് കണ്ടക്ഷൻ ഇൻസുലേറ്ററിൽ പോസിബിൾ അല്ല. കണ്ടക്ടറിൽ എനർജി ഗ്യാപ്പ് ഇല്ല. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ എനർജി ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് ഈസി ആയിട്ട് ചെറിയൊരു പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുകയും ചെയ്യും. പക്ഷേ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടക്ട്സ് കറണ്ട് പാർഷ്യലി കറണ്ട് കണ്ടക്ട് ചെയ്യും. ഈ കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പ് നാരോ ആണ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് കണ്ടക്ഷൻ പോസിബിൾ അല്ല. അതൊരു ഇൻസുലേറ്ററിനെ പോലെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യും. പക്ഷേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ലിബറേറ്റഡ് ആവുകയും ഫ്രീ ആവുകയും അവ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ദീസ് ലിബറേറ്റഡ് ഇലക്ട്രോൺസ് വിൽ മൂവ് ടുവേർഡ്സ് കണ്ടക്ഷൻ ബാൻഡ്. അങ്ങനെ കണ്ടക്ഷൻ പോസിബിൾ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും അറ്റൻഡൻസ് മാർക്ക് ചെയ്യും.